ശ്രീ പി സി ജോർജ്, കേരളത്തിൽ തന്നെ എൽ ഡി എഫിന്റെ അടിത്തറ തകർന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് തന്നെ തലസ്ഥാനത്ത് 45 വർഷത്തെ ഭരണം ജനം അട്ടിമറി വിജയം തന്നെ ബി ജെ പി കൊടുത്തു. 50 സീറ്റ് പിടിച്ചിരിക്കുകയാണ് ബി ജെ പി. അതെ, അതായത് കേരളത്തിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാവുമെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞു പലർക്കും തെറ്റിദ്ധാരണയെ പലരും അത് വിശ്വസിച്ചില്ല. ഇപ്പോൾ അത് ബോധ്യമായിരിക്കുന്നു. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ ശക്തി എന്തുമാത്രം ഉണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി എന്നുള്ളതാണ്. ജനങ്ങൾക്കല്ല, ബി ജെ പിയുടെ പ്രവർത്തകർക്ക് കൂടി ബോധ്യമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ സ്വാഭാവികമായി ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തകർന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അത് അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. എൽ ഡി എഫ് ഭരിക്കുന്ന കക്ഷി എന്നതിൽ അവരോടുള്ള എതിർപ്പ്, പ്രത്യേകിച്ച് ശബരിമല, അവിടെ സ്വർണ്ണക്കൊള്ള, അങ്ങനെയുള്ള ആ കൊള്ളകളും മോഷണവും സഹകരണ ബാങ്കുകൾ തകർത്ത് ഉൾപ്പെടെ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് എൽ ഡി എഫ് തൽക്കാലം ഏറ്റ അടി ഭയങ്കര അടിയാണ്. പക്ഷേ ഇതിന്റെ എല്ലാം ലാഭം കിട്ടേണ്ടിയെന്ന് കോൺഗ്രസ് എവിടെ? കോൺഗ്രസ് ഒരു ലാഭം എന്ന് പറയാൻ ഞാൻ കാണുന്നില്ല. കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയിരുന്ന വോട്ടിന് കണക്ക് വെച്ച് നോക്കുമ്പോൾ അതിനപ്പുറത്തോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആകെ രാഷ്ട്രീയമായ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്, അല്ല എൻ ഡി എക്കാണ് എന്ന വസ്തുത അംഗീകരിക്കേണ്ടതായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുക 26. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു സംശയം വേണ്ട, ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും കേരളത്തിലെ പ്രമുഖ വോട്ടുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ട് മാറുന്നത്. എം എൽ എമാരുടെ എണ്ണം എത്ര ഞാനിപ്പോൾ പ്രവചിക്കുന്നില്ലെങ്കിലും ഒരു കാര്യം പറയാം, എൽ ഡി എഫിനും യു ഡി എഫിനും ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യം കേരളത്തിലെ ജനങ്ങൾ അവർക്ക് കൊടുക്കും. ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കും തന്നെയാണ് എന്റെ അഭിപ്രായം. ശ്രീ പി സി, മറ്റൊരു കാര്യം, ഈ തിരുവനന്തപുരത്ത് ബി ജെ പി ഒരു പ്രചരണ പത്രിക ഇറക്കി. അതായത് ബി ജെ പി ഭരണത്തിൽ വന്ന 45 ദിവസത്തിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരും. അതുപോലെ ഒളിമിച്ച് നടന്ന തിരുവനന്തപുരം വേദിയാണ്. അപ്പോൾ ഈ യു ഡി എഫും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ട്രോളുകൾ ഇറക്കി. ഇത് ഒരിക്കലും നടക്കില്ല. പക്ഷെ ജനം ആ ട്രോളുകൾ തള്ളിക്കൊണ്ടാണ് 45 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ഒരു അടിത്തറ ഇറക്കിയിരിക്കുകയാണ്. അതെ, ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ അതേപടി നടപ്പാക്കും. ഇതൊരു മാതൃകയാണ്. കേരളത്തിലെ മറ്റ് ജനങ്ങൾക്ക് കൂടെ മാതൃകയാകാവുന്ന നിലയിലേക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ വന്നിരിക്കുന്നത്. അവിടെ കോർപ്പറേഷൻ നേതൃത്വത്തിലേക്ക് വരുന്നവർ വളരെ ശക്തമായ എൻ ഡി എ പ്രകടനമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ മറ്റ് പ്രദേശങ്ങളിലും മടിച്ചു നിൽക്കുന്ന ജനങ്ങളുടെ പിന്തുണയോടുകൂടി ബി ജെ പി അധികാരത്തിൽ വരാൻ കഴിയും. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കാൻ ബാധ്യസ്ഥമാണ് മാത്രമല്ല നടപ്പാക്കിയിരിക്കും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ബി ജെ പി കാണിക്കില്ല എന്നാണ് ഉറപ്പിച്ച് പറയാറുള്ളത്. നന്ദി ശ്രീ പി സി ജോർജ്.